ഇവിടെ നമുക്ക് കാണാം ഈ തറയിൽ അരിയെല്ലാം, അതായത് ഇവർ പലപ്പോഴും ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോൾ 2-3 ദിവസത്തേക്കുള്ള സാധനങ്ങളുമൊക്കെ ആയിട്ടാണ് ഇവർ പോവുക. അത് അരിയൊക്കെ ഇവിടെ ചിതറിക്കിടക്കുന്നുണ്ട്. അങ്ങനെ ഈ ഭക്ഷണം വെച്ച് കഴിക്കുന്നതിനൊക്കെ കൊണ്ടുപോയതാണ്. ഇതാ ഈ മുളയാണ് ദൃശ്യത്തിൽ കാണുന്നത് അനുജ. അതായത് ഈ മുള അടിച്ച് ഇവർ ഈ തേൻ ശേഖരിക്കുന്നതിന് വേണ്ടി മരത്തിലേക്ക് ഈ മുളംകുറ്റി അടിച്ച് കയറി പോകുന്നതാണ് അവരുടെ ഒരു രീതി. അങ്ങനെ അതിനെല്ലാം ഉണ്ടായിരുന്ന മുളം കുറ്റികളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ തേൻ ശേഖരിക്കുന്നതിനുള്ള പാട്ടയുണ്ട്. ഈ മരത്തിലായിരുന്നു ഇവർ കുടിൽ കെട്ടി, മരത്തിൽ നിന്ന് കുടിൽ കെട്ടി ഇവർ താമസിക്കുകയായിരുന്നു. അതിന് സമീപത്ത് തന്നെ ഇവർ തീയിട്ടതിൻ്റെ വിറകുകളെല്ലാം കിടക്കുന്നുണ്ട്. ഇന്നലെ നല്ല മഴയായതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഇവർ നൽകിയിരിക്കുന്ന മൊഴി ഇങ്ങനെയാണ്. പോലീസിനോടും അതോടൊപ്പം വനംവകുപ്പിനോടും പറഞ്ഞത്, ഈ രക്ഷപ്പെട്ട ആളുകൾ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ഇന്നലെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വിറക് കൂട്ടിയിട്ട് കത്തിച്ചിരുന്നെങ്കിൽ പോലും മഴ കാരണം ഈ വിറകിൻ്റെ തീ അണഞ്ഞു. അതിനുശേഷമാണ് ആന ഇവർക്കരികിലേക്ക് എത്തുന്നത്. ആ സമയത്ത് മാത്രമാണ് ഇവർ ഈ ആനയെ കാണുന്നത്. തൊട്ടരികിലേക്ക് എത്തുന്ന സമയത്താണ് ഈ ആനയെ കാണുന്നത്. അതോടുകൂടി ഈ 4 അംഗ സംഘത്തിലെ 2 പേർ ഈ ചാലക്കുടി പുഴയിലേക്ക്, ഈ തുരുത്തിന് ഒരു തലക്കൽ ഈ പുഴയാണ്, അപ്പോൾ ഈ പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ഇന്ന് രക്ഷപ്പെട്ട രവിയുമായി നമ്മൾ സംസാരിച്ചു. അപ്പോൾ രവി പറയുന്ന, രവി ഈ ഭാഗത്തേക്ക് എടുത്തു ചാടുന്നു. അങ്ങനെ രവിയുടെ ഈ വാരിയലിന്റെ ഭാഗത്തടക്കം പരിക്കേറ്റിട്ടുണ്ട്. നീന്തി രവി അക്കരെ കയറുന്നു. ആ സമയത്താണ് ഇപ്പോൾ മരിച്ച സതീഷിന്റെ ഭാര്യയും ഈ പുഴ നീന്തി കടന്ന് മറുതലക്കലിലേക്ക് എത്തുന്നത്. അപ്പോഴും ഈ 2 പേരെ കുറിച്ച് വിവരമുണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ ഇവിടെ എത്തി പരിശോധിക്കുമ്പോഴാണ് ആ പാറയിൽ സതീഷിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. അതൊരു വീണ് പരിക്കേറ്റ നിലയിലായിരുന്നില്ല, പകരം ഈ ആന എടുത്തെറിഞ്ഞ് പരിക്കേറ്റ നിലയിലായിരുന്നു ഈ സതീഷിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അംബികയുടെ മൃതദേഹമാകട്ടെ ഈ പാറക്കെട്ടിനിടയിൽ, ഈ 2 പാറകൾക്കിടയിൽ കാല് കുടുങ്ങിയ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് അംബിക ഈ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്ന സമയത്ത് ഈ പാറയിൽ കാൽ കുടുങ്ങിപ്പോയതാണോ എന്നൊരു സംശയമാണ് നിലവിലുള്ളത്. എന്തായാലും അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം അടക്കം ഈ മേഖലയിലെത്തി ഇപ്പോൾ പരിശോധനകൾ നടത്തുകയാണ്. ആദ്യഘട്ടം എന്ന നിലയ്ക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സംഘം ഇവിടെ എത്തിയിരിക്കുന്നു. അവർ പരിശോധനകൾ നടത്തുന്നു. ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് റൂറൽ എസ് പിയുമായി, തൃശൂർ റൂറൽ എസ് പിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടെ 3 മരണങ്ങളാണ് ഈ മേഖലയിൽ, അതിരപ്പള്ളി മേഖലയിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു അസ്വാഭാവികത, അതായത് തുടർച്ചയായി മരണങ്ങൾ ഉണ്ടാകുന്നു. അത് മുൻനിർത്തിക്കൊണ്ട് ഒരു ഡിവൈഎസ്പി തലത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് തുടർച്ചയായി ഇത്തരം മരണങ്ങൾക്ക് ഇടയാക്കുന്ന സാഹചര്യം എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഇന്ന് 2 പേർ മരിച്ച സംഭവത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്കും പരിശോധനകൾ നീളും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തിയാക്കി ഇവിടെ നിന്ന് മൃതദേഹം നിലവിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസും വനംവകുപ്പും കടന്നിരിക്കുകയുണ്ട് അനുജ. അതാണിപ്പോൾ അങ്ങോട്ടേക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘം എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടക്കുകയാണ്. കൂടാതെ മരണത്തെക്കുറിച്ച് ഡിവൈഎസ്പി തലത്തിൽ അന്വേഷണം വേണമെന്ന് റൂറൽ എസ് പി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷമാകും മരണകാരണം അറിയാൻ കഴിയുക. അതിനുശേഷമേ അത് പറയാൻ കഴിയൂ എന്ന് വനം വകുപ്പും നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. CCFനോട് അടിയന്തര റിപ്പോർട്ടും തേടിയിട്ടുണ്ട് വനം മന്ത്രി. ഇപ്പോൾ ആ പ്രദേശത്ത് ഈ അപകടം സംഭവിച്ച ഇടത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവരവിടെ കുടിൽ കെട്ടി ഇരിക്കുകയായിരുന്നു. രാത്രിയായ സമയത്ത് അവർ പാറപ്പുറത്ത് ചെറിയൊരു ഷെഡ് കെട്ടി അവിടെ അവർ ഉപയോഗിച്ചിരുന്ന അരി ഉൾപ്പെടെ ചിതറിക്കിടക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ആന പാറപ്പുറത്തേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 4 പേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. അതിൽ പുഴയിലേക്ക് എടുത്ത് ചാടിയവരുണ്ട്. അങ്ങനെയാകാം അംബികയുടെ മരണം സംഭവിച്ചത്. പാറക്കെട്ടിൽ തടഞ്ഞ് കിടക്കുന്ന തരത്തിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. എന്നാൽ സതീഷിന്റെ മൃതദേഹം അത് പാറക്കെട്ടിൽ തന്നെ കണ്ടെത്തുകയായിരുന്നു. പാറക്കെട്ടിൽ വെറുതെ തലയിടിച്ച് വീണ് മരിച്ചതല്ല എന്നത് ആ ദൃശ്യങ്ങൾ കണ്ടാൽ ബോധ്യപ്പെടുമെന്നുള്ളതാണ് കൂടെ ഉണ്ടായിരുന്നവരും ഈ മൃതദേഹം കണ്ടവരുമെല്ലാം പറയുന്നത്. അത് ആനയുടെ ആക്രമണത്തിൽ ആന വലിച്ചെറിഞ്ഞിട്ടുണ്ട്, അങ്ങനെ തല പാറയിൽ അടിച്ചുള്ള മരണമാണ് സംഭവിച്ചത് എന്നതാണ്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനൊക്കെയായുള്ള കാത്തിരിപ്പിലാണ്. അതിനുശേഷമേ സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നതാണ് വനം വകുപ്പിന്റെ നിലപാട്.